Bismillahirrahmanirrahim. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സഈദ് അൽ-ഖുദരി എന്ന സ്വഹാബി ഉദ്ധരിക്കുന്ന ഹദീസ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് സ്വഹീഹുൽ ബുഖാരിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്നഹു ഇദാ അഹദുക്കും റുയയൻ യുഹിബ്ബുഹാ. റസൂലുള്ളാഹി പറഞ്ഞതായി അബൂ സഈദ് അൽ-ഖുദരി കേട്ടു, നിങ്ങൾ ആരെങ്കിലും ഉറക്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ അല്ലാഹുവോട് സ്തുതിക്കണം. അൽഹംദുലില്ലാഹ് എന്ന് പറയണം. മനുഷ്യർ അല്ലാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ് ഉറക്കം. ഉറക്കത്തിൽ വരുന്ന ചില സംഭവങ്ങളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വഹാബത്തിൽ പറഞ്ഞത്. നല്ല സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന നല്ല സ്വപ്നങ്ങൾ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായി കണ്ടുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളോട് ആ സ്വപ്നത്തെ കുറിച്ച് നിങ്ങൾ പറയുകയും ചെയ്യണം. ശത്രുക്കളോട്, നമ്മുടെ വൈരാഗ്യമുള്ള ആളുകളോട് അത് പറയരുതെന്ന് പറയപ്പെടുന്നു. നിങ്ങൾ സ്വപ്നം കണ്ടത് നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് പേടിയുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങളുടെ ഇടത് ഭാഗത്തേക്ക് ഉറക്കത്തിൽ നിന്ന് സ്വപ്നം കണ്ട് പേടി ചെയ്താൽ റസൂലുള്ളാഹി പറയുന്നു, ഇടത് ഭാഗത്തേക്ക് ചെറുതായി ഒന്ന് തുപ്പണം. നമ്മൾ വായിലൊക്കെ ഞാല് കുടിങ്ങേറി തുപ്പല്ലോ, അതുപോലെ ഇടത് ഭാഗത്തേക്ക് ചെറുതായി ഒന്ന് തുപ്പണം. എന്നിട്ട് 3 വട്ടം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം 3 വട്ടം പറയണം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവോട് ഞാൻ അഭയം ചോദിക്കുന്നു എന്ന 3 വട്ടം പറയണം. ആദ്യം ഏത് സൈഡിലേക്കാണോ വരുന്നത് ആ സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കണം. വലതുഭാഗം വെച്ചാണ് കിടക്കുന്നത്. എന്നാൽ ഇതൊക്കെ ചെല്ലിയിട്ട് ഇടഭാഗത്തേക്ക് തിരിഞ്ഞെടുക്കാം ചെറുതായിട്ട്. അങ്ങനെ സ്വപ്നത്തിൽ വരുന്ന, ഉറക്കത്തിൽ വരുന്ന ഈ സംഭവങ്ങൾക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരിശയ്യയോട് അല്ലാഹു ഇതെല്ലാം മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നല്ല ദൃഷ്ടാന്തങ്ങളിലൂടെ ഈമാനികമായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അപകടങ്ങളെയും ദുർമരണങ്ങളെയും നമ്മയും നമ്മുടെ കൂട്ടുകുടുംബാദികളെയും കാത്തുരക്ഷിക്കട്ടെ. മാരകമായ രോഗം അല്ലാഹു നമുക്ക് തരാതെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യവും അഭിവൃദ്ധിയും, ജോലിയിൽ ബിസിനസ്സിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇഹപര വിജയികൾ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. വാഹുദ വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.